ഇടയെങ്കിലും അല്ലാഹു നീ ചെയ്ത തെറ്റിന്റെ ശിക്ഷ നിന്നെക്കൊണ്ട് അല്ലാഹു തആല നിന്നെക്കൊണ്ട് അല്ലാഹു ചെയ്യുന്നതാ, അല്ലാഹു വീട്ടുന്നതാ. അതുകൊണ്ട് അവസാന കാലം വരുമ്പോ ഒരജ്ജും ചെയ്ത് പാപങ്ങളൊക്കെ പുറത്ത് എല്ലാം ശരിയായി നീ മനസ്സിലാക്കണ്ട. ഒരൊറ്റ നിസ്കാരം കളായി പോയാൽ അല്ലാഹു പൊറുത്തിട്ടില്ലെങ്കിൽ 80,000 കൊല്ലം അതിന്റെ പേരിൽ നരകശിക്ഷ അനുഭവിക്കേണ്ടതാ. 1 മിനിറ്റ് നരകം അനുഭവിക്കാൻ നിനക്ക് കഴിയുമോ? 1 മിനിറ്റ്, 1 സെക്കൻഡ് നേരം അല്ലാഹുവിന്റെ നരകശിക്ഷ അനുഭവിക്കാൻ കഴിയുമോ? ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യുസിഖു വസാഖഹു അഹദ്. അല്ലാഹുവിന്റെ ശിക്ഷ എത്ര വലുതാ! അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് നമ്മെ കാത്ത് രക്ഷിക്കട്ടെ, അവൻ പൊറുത്തു തരട്ടെ. സുബ്ഹാനല്ലാഹ് വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. ചെറിയ ചെറിയ ശിക്ഷകൾ അല്ലാഹു ദുനിയാവിൽ നിന്നു തന്നെ ആസ്വദിപ്പിക്കും, നിനക്ക് കാണിച്ചു തരും. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങള് ഖിലാഫത്ത് നടത്തുന്ന കാലം, തങ്ങൾ വഫാത്തായിട്ട് 2 കൊല്ലം തികഞ്ഞിട്ടില്ല. 10,000-കണക്കിന് സ്വഹാബികൾ മദീനയിൽ ജീവിച്ചിരിക്കുന്ന കാലം, മദീനത്ത് പള്ളിയിലെ ഒരു മയ്യത്ത് കൊണ്ടുവന്നു. ആ കട്ടിൽ വെക്കപ്പെട്ട മയ്യത്ത് സ്വഹാബാക്കൾ കൂടി നിസ്കരിക്കുന്നു. നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ആ മയ്യത്തിന്റെ തലഭാഗത്തുനിന്ന് ഒരു അനക്കം കാണാനിടയായി. നിസ്കാരം കഴിഞ്ഞപ്പോ മയ്യത്തിന്റെ ബന്ധപ്പെട്ടവർ പറഞ്ഞു, ഈ മയ്യത്തിന്റെ മരണത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് കെട്ടഴിച്ച് പരിശോധിക്കണം. ഹബീബായ തങ്ങളെ കാലത്ത് ഇങ്ങനൊരനുഭവം ഇല്ല. കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച മയ്യത്തിന്റെ കഫം പുടായിക്കാൻ പറ്റുമോ? അതിന് മാതൃകയുണ്ടോ? തർക്കങ്ങളായി സ്വഹാബാക്കളെ മുൻപിൽ വെച്ച് ആ മയ്യത്ത് അഴിക്കാൻ തീരുമാനിച്ചു. 10,000-കണക്കിന് സ്വഹാബികളുണ്ട്, സിദ്ദീഖുൽ അക്ബർ ഉണ്ട്, ഉമറുൽ ഫാറൂഖ് തങ്ങളുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുണ്ട്, ഇമാം മാലിക് തങ്ങൾ മദീനയിലെ താരീഖ് മദീനയിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മയ്യത്ത് ഇങ്ങനെ അഴിക്കുമ്പോഴ് തലക്കുഭാഗത്തുള്ള കെട്ടഴിച്ച് അതാ കഫൻ തുണി നീക്കിയപ്പോൾ കണ്ണിൽ നേരെ പഞ്ഞിയാ, മുഖത്തിന് മുഴുവനും പഞ്ഞിയാ. ആ പഞ്ഞി നീക്കിയപ്പോ കഴുത്തിന്റെ ഭാഗത്ത് ഒരു വലിയ സർപ്പം ഈ മയ്യത്തിന്റെ കഴുത്ത് വരിഞ്ഞ് മുറുക്കിയിരിക്കുന്നു. അതിന്റെ പത്തീത ഈ കവിളിൽ വെച്ചിരിക്കുന്നു. ഇടക്കിടക്ക് അതിങ്ങനെ ഉയർത്തിയിട്ട് ഈ നെറ്റിയിൽ ഇങ്ങനെ കൊത്തുന്നു. സഹാബത്ത് പരിഭ്രമിച്ചു. എപ്പോഴാണ് ഈ സർപ്പം അകത്ത് കടന്നത്? കുളിപ്പിക്കുന്ന സമയത്തില്ല, കഫൻ ചെയ്യുമ്പോഴില്ല. എപ്പോഴാ സർപ്പം അകത്തെത്തിയതെന്നറിയില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, മദീനയിലെ സർപ്പങ്ങള് അല്ലെങ്കിൽ ജനങ്ങള് പെരുമാറുന്ന സ്ഥലത്ത് പാമ്പ് കണ്ടാൽ പെട്ടെന്ന് കൊന്നുകളയരുത്. അത് മദീനയിലേക്ക് മാത്രമാണോ മറ്റു നാടുകളിലേക്കും ബാധകമാണോ? ഇമാമിങ്ങള് തർക്കമാ. ഏതായിരുന്നാലും 1ഉം 2ഉം തവണ നിങ്ങൾ പോകാൻ പറയണം. എന്നിട്ട് പോകുന്നില്ലെങ്കിൽ നിങ്ങൾ കൊല്ലണമെന്ന ഹദീസിലുള്ളത്. മഹാന്മാരായ സ്വഹാബാക്കള്, ഈ ഹദീസ് ഓർമ്മയുള്ള സ്വഹാബികള് ഈ സർപ്പത്തെ പലതവണ അട്ടിയോടിക്കാൻ ശ്രമിച്ചു. പാമ്പനങ്ങുന്നില്ല. അനങ്ങാത്ത സമയത്ത് ഈന്തപ്പന മട്ടൽ കൊണ്ടുവന്ന് ഈ സർപ്പത്തെ തല്ലിക്കൊല്ലാൻ സ്വഹാബത്ത് തീരുമാനിച്ചപ്പോൾ ആഖിറു സമാനിലെ മക്കളെ, ഈ സർപ്പം എഴുന്നേറ്റ് പത്തി വിടർത്തി നിൽക്കുകയാണ്. സ്വഹാബാക്കളോട് കൃത്യമായിട്ട് സംസാരിക്കുകയാ. സർപ്പം സംസാരിച്ചു എന്ന് കേൾക്കുമ്പോ ദഹിക്കാത്തവരുണ്ടോ? വിളിക്കൂ, മദീനയിലേക്ക് ഫോൺ ചെയ്യൂ. ഉസ്തുവാനത്തുൽ അനീൻ, മുത്തുനബിയോട് പൊട്ടിക്കരഞ്ഞ് സങ്കടം പറഞ്ഞ തൂണ്
ഇന്നും മദീന പള്ളിയിലുണ്ട്. ഹബീബിനോട് പൊട്ടിക്കരഞ്ഞ് സങ്കടം പറഞ്ഞ ഈന്തപ്പന മുട്ടി മദീനത്തെ പള്ളിയിലുണ്ടായിരുന്നു. ഹബീബായ തങ്ങളോട് സലാം പറഞ്ഞ കല്ലുകളുള്ള റോഡ് ഇന്നും ഷാരിഉൽ ഹസാ എന്ന പേരിൽ മദീനയിലുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് സംസാരിച്ച പലതുമുണ്ട്. അതെല്ലാം സഹീഹ് ബുഖാരിയിലെ ഹദീസുകളിലുണ്ട്. ഈ സർപ്പം പത്തി വിടർത്തി എഴുന്നേറ്റുകൊണ്ട് പറയുന്നു, സ്വഹാബാ, മുത്തുനബി വഫാത്തായിട്ട് ഒരു 10 പതിറ്റാണ്ട് തികഞ്ഞില്ലല്ലോ. അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നുപോയോ? മറക്കണ്ട. എന്നെ തല്ലാനും കൊല്ലാനും നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ പുറത്തുനിന്ന് വന്നതല്ല, ഈ മയ്യത്തിന്റെ കൂടെ പിറപ്പാ. ഒരു തുള്ളി ബീജത്തിൽ നിന്ന് കോടിക്കണക്കിന് ശുക്ലങ്ങളിൽ നിന്ന് 500 ബീജഗണങ്ങളിൽ നിന്ന് ഒരു ബീജഗണത്തിൽ നിന്ന് ആകാര സൗഷ്ഠവമുള്ള ഈ ശരീരം പടച്ച റബ്ബ് ഈ മനുഷ്യൻ ചെയ്ത കർമ്മങ്ങളെ ക്ഷുദ്രജീവികളായി രൂപപ്പെടുത്തുമെന്ന് ഹദീസിലില്ലേ? അല്ലാ ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ? ഒരു മനുഷ്യന്റെ ഖബറിൽ 99 സർപ്പങ്ങൾ ഉണ്ടാകുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടില്ലേ? അതിലൊരു മെമ്പറാണ് ഞാനെന്ന് കരുതിയാൽ പോരെ. 3 വിഭാഗം ആളുകളെ കൂടെ കിടക്കാൻ, അവരെ കഴുത്ത് വരിഞ്ഞു മുറുക്കാൻ, അവരെ നെറ്റിയിൽ കൊത്താൻ ഞാനുണ്ടാകും സ്വഹാബ. മുസ്ലിം ചെറുപ്പക്കാരോട് നിസ്കരിച്ചില്ലെങ്കിൽ എന്താ, ജമാഅത്തിന് പങ്കെടുത്തില്ലെങ്കിൽ എന്താ, പള്ളിയിൽ വന്നില്ലെങ്കിൽ എന്താ എന്ന് ചോദിക്കുന്നവരോട് ഹുങ്കാരം വേണ്ട. ഹബീബ് പറയുകയാ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് വാങ്ങി വിളിക്കുമ്പോൾ വിളിക്കുന്നത് ക്രിസ്ത്യാനികളെയല്ല, ഹൈന്ദവ സുഹൃത്തുക്കളെയല്ല, മറ്റു മതത്തിൽപ്പെട്ടവരെയല്ല. ഹയ്യാലസ്സലാ, മുസ്ലിമീങ്ങളെയാ. ആ വിളിക്ക് ഉത്തരം ചെയ്ത് പള്ളിയിൽ വരാത്ത മുസ്ലിമിന്റെ, നിസ്കരിക്കാത്ത മുസ്ലിമിന്റെ അവന്റെ കഴുത്തിൽ മുറുക്കാൻ, അവന്റെ നെറ്റിയിൽ കൊത്താൻ, ഖബറിൽ അവന്റെ കൂടെ കിടക്കാൻ ഞാനുണ്ടാകും സ്വഹാബ. അല്ലാഹുവിനെ കുറിച്ച് ബോധമുള്ള, ഖുർആൻ ബോധമുള്ള, ആഖിറം ബോധമുള്ള, ആഖിറത്തെ കുറിച്ച് ബോധമുള്ള പണ്ഡിതന്മാര് വഅദ് പറയുമ്പോൾ എനിക്ക് കേൾക്കേണ്ടതില്ല. ആയത്തുകൾ കണ്ട, ഹദീസുകൾ കണ്ട, ചരിത്രങ്ങൾ കണ്ട എന്ന് ധിക്കാരത്തോടുകൂടി തിരിഞ്ഞു കളയുന്ന ആ ധിക്കാരിയുടെ കഥാ കഴുത്ത് പിടിച്ച് ഞെരുക്കാൻ, അവന്റെ കൂടെ കിടക്കാൻ, അവന്റെ നെറ്റിയിൽ കൊത്താൻ ഞാനുണ്ടാകും സ്വഹാബ. അല്ലാഹു നിർബന്ധമാക്കിയ സക്കാത്ത് കൊടുക്കാതെ പണം സൂക്ഷിക്കുന്ന പണക്കാരൻ, സ്വർണം സൂക്ഷിക്കുന്നവൻ, വെള്ളികൾ സൂക്ഷിക്കുന്നവൻ, അവന്റെ കൂടെ കിടക്കാൻ, അവന്റെ കഴുത്ത് വരിഞ്ഞു മുറുക്കാൻ ഞാനുണ്ടാകും സ്വഹാബ. വേണമെങ്കിൽ മയ്യത്ത് കഫൻ ചെയ്ത് മറവ് ചെയ്തോളൂ, എന്നെ തല്ലാനും കൊല്ലാനും നിങ്ങൾക്ക് കഴിയില്ല. ആയിരക്കണക്കിന് ആളുകളെ സാന്നിധ്യത്തിന് ഈ മയ്യത്ത് സർപ്പത്തോടുകൂടി കഫൻ ചെയ്ത് മറവ് ചെയ്തതാ. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി. ചെറിയ ചെറിയ പനിഷ്മെന്റ് നാം ഇങ്ങനെ ഇടയ്ക്ക് കാണിച്ചു കൊടുക്കും. ആരെയും പേടിപ്പിക്കാനല്ല, ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല, അല്ലാഹ് നിന്ദിക്കാനല്ല. ലഅല്ലഹും യർജിഊൻ, മടങ്ങി വരാനാ, തിരിച്ചു വരാനാ, റബ്ബിലേക്ക് തിരിച്ചു വരാനാ, ദീനിലേക്ക് തിരിച്ചു വരാനാ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹ് ബോധം നൽകട്ടെ, ഇജാബത്തുള്ള മജ്ലിസിൽ അല്ലാഹ് ഉൾപ്പെടുത്തട്ടെ. ഇതൊക്കെ